ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള PSC എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ബാർ ഓവർസിയർ ഇലക്ട്രോണിക്സ് എക്സാമിൻ്റെ ഭാഗത്തു നിന്നുള്ള MCQ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. നമ്മുടെ സിലബസിൽ നമുക്ക് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് ആണ്. അതിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഡയോഡ്സിനെ കുറിച്ചാണ്. ഡയോഡിൽ സെമി കണ്ടക്ടേഴ്സ്, PN junction diode, forward and reverse bias characteristics of PN junction diode, specification of diode, then Zener diode, construction working principle of Zener diode, characteristics, Zener breakdown and avalanche breakdown, Zener diode as voltage regulator, applications and specifications of Zener diode. ഇതിൽ ഡയോഡ്സിൽ നോക്കുമ്പോൾ 2 ഡയോഡാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് PN ജംഗ്ഷൻ ഡയോഡ്, സെക്കൻഡ് വൺ സെനർ ഡയോഡ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് ഇതിന് MCQ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലൈനായിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്നുള്ള MCQ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. In an intrinsic semiconductor, the number of electrons, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹോൾസിന് ഈക്വൽ ആണ്. ദ എനർജി ഗ്യാപ്പ് ഓഫ് സിലിക്കൺ ഈസ് അപ്രോക്സിമേറ്റ്ലി, സിലിക്കണിൻ്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എനർജി ഗ്യാപ്പ് ഓഫ് സിലിക്കൺ ഈസ് 1.1 ഇലക്ട്രോൺ വോൾട്ട്. In an N-type semiconductor, the majority carriers are, N-ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അതേസമയം P-ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോൾസ് ആയിരിക്കും P-ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത്. N-ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസും P-ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസും ആണ്. ദ പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റീസ് ടു എ സെമി കണ്ടക്ടർ ഈസ് കോൾഡ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. അതിനെയാണ് എന്ത് പറയുന്നത്? ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റീസ് ടു എ സെമി കണ്ടക്ടർ ഈസ് കോൾഡ് ഡോപ്പിംഗ്. ദ ഫെർമി ലെവൽ ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ലൈസ് ബിറ്റ്വീൻ, മിഡ്വേ ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. സോ വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും മിഡിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫെർമി ലെവല് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ബിറ്റ്വീൻ ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്, അതിൻ്റെ ഇടയിലാണ് ഫെർമി ലെവല് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ദ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ സെമി കണ്ടക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ഹോൾസ്. ഇലക്ട്രോൺ മൊബിലിറ്റി എന്ന് പറയുന്നത് സെമി കണ്ടക്ടറിൽ ഹോൾസിനെക്കാട്ടിലും കൂടുതലാണ്. മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ മൊബിലിറ്റി ഓഫ് holes in semiconductor. The conductivity of semiconductor increases with increase in temperature. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സെമി കണ്ടക്ടറിൽ എന്താ പറയുന്നത്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കണ്ടക്ടിവിറ്റിയും കൂടുതലായിരിക്കും. ഇൻ സെമി കണ്ടക്ടർ the conductivity increases with increase in temperature.
ദ മെജോറിറ്റി കാരിയേഴ്സ് ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഏതാണ്? ഹോൾസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ് ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ദ യൂണിറ്റ് ഓഫ് മൊബിലിറ്റി എന്താണ്? എം സ്ക്വയർ വി എസ് ആണ് മൊബിലിറ്റി യൂണിറ്റ്. എം സ്ക്വയർ ബാർ വി എസ്. അതങ്ങനെ തന്നെ പഠിക്കുക. എം സ്ക്വയർ ബാർ. ഓക്കെ. ദ ഹാൾ എഫക്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ഓൾ ഓഫ് ദ എബവ്. ഹോൾ എഫക്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ, കാരിയർ കോൺസെൻട്രേഷൻ, മൊബിലിറ്റി. ഇത് മൂന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഹോൾ എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ, കാരിയർ കോൺസെൻട്രേഷൻ ആൻഡ് മൊബിലിറ്റി. The intrinsic carrier concentration in a semiconductor depends on ഏതാണ്? ടെമ്പറേച്ചർ ആണ്. The intrinsic carrier concentration in a semiconductor depends on temperature. The drift current in a semiconductor is due to electric field. Okay. Drift current is based on electric field. Drift current is based on electric field. The diffusion current in semiconductor is due to concentration gradient. ഓക്കെ. നമ്മളിവിടെ പറഞ്ഞ എന്തായിരുന്നു? ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് കറണ്ട്. ഈ ടാബ് കുറച്ച് പഴയതാണ്, അതുകൊണ്ടാണ് കറക്റ്റായിട്ട് എഴുതിയിട്ട് തെളിയാത്ത. ഡ്രിഫ്റ്റ് കറണ്ട്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് അതിന് കാരണം, ഡിഫ്യൂഷൻ കറണ്ടിന് കാരണം കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. Diffusion is based on carrier concentration gradient. What is the energy gap of silicon at 300 Kelvin? സിലിക്കൻ്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നാണ്. എനർജി ഗ്യാപ്പ് ഓഫ് സിലിക്കൺ 300 കെൽവിൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ? പ്യുവർ സിലിക്കൺ ആണ് എന്ത് പറയുന്നത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. The majority charge carriers in n-type semiconductors are n-ൽ ഇലക്ട്രോൺസ് ആണ്. The Fermi level in an intrinsic semiconductor midway between conduction band and valence band. ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, അത് ഒന്ന് ക്ഷമിക്കുക. Mobility of electrons in semiconductor depends on all of the above. Temperature, doping concentration, electric field. Which element is used as pentavalent dopant in silicon? ഫോസ്ഫറസ് ആണ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പെൻറ്റാവാലൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത്. ഇതിനുള്ളൊരു കോഡ് ഉണ്ടായിരുന്നു, പെൻറ്റാവാലൻ്റ്. ഫോസ്ഫറസ്, ആർസെനിക്, ആൻറ്റിമണി ആൻഡ് ബിസ്മിത്ത്. ഓക്കെ. പാബ് എന്നായിരുന്നു കോഡ്. ഫോസ്ഫറസ്, ആർസെനിക്, ആൻറ്റിമണി, ബിസ്മിത്ത്.
ഇതാണ് പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസ്. അത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അതിന് നമ്മൾ ബാഗി എന്നാണ് പറയുക. ബാഗി, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, ഈ 4 ആയിരിക്കും പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് ഉപയോഗിക്കുക. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ്, അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതേസമയം പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആകുമ്പോൾ അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഈ ടൈപ്പിന് ട്രൈവാലന്റ്, 3 വാലൻസ് ഇലക്ട്രോൺ, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം. But in the case of pentavalent, for n-type semiconductor, phosphorus, arsenic, antimony, and bismuth. In p-type semiconductor, the minority charge carriers എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. പി ടൈപ്പിലെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. The conductivity of an extrinsic semiconductor increases with doping. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസസ് വിത്ത് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. അറ്റ് അബ്സല്യൂട്ട് 0 കെൽവിൻ ദ സെമി കണ്ടക്ടർ ബിഹേവ്സ് ലൈക്ക് ഇൻസുലേറ്റർ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അബ്സല്യൂട്ട് 0 കണ്ടീഷനിൽ സെമി കണ്ടക്ടർ ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. The process of adding impurities to a semiconductor is called doping. The Fermi level in an n-type semiconductor at 0 Kelvin lies below the donor level. Fermi level of an n-type semiconductor at 0 Kelvin lies below the donor level. Consider the following properties: perfect diamagnetism, ionic conductivity, magnetic field causes increase in transition temperature, loss of superconductivity in long circular wire by large currents. Which of these properties are exhibited by superconductors? ഇതിലുള്ളത് perfect diamagnetism and magnetic field causes an increase in transition temperature, loss of superconductivity in long circular wire by large currents. ഇത്രയുമാണ് സൂപ്പർ കണ്ടക്ടറിൻ്റെ കേസിൽ പ്രോപ്പർട്ടീസ് ഉള്ളത്. Which of the following statements correctly describe the energy band diagram for conductors, semiconductors, and insulators? Important question. എന്താണ്? Conductors have no forbidden energy gap. Semiconductors have narrow forbidden energy gap. Insulators have wide forbidden energy gap. എന്താണ് വാലൻസ് ബാൻഡ്? The energy band containing valence electrons, that is called valence band. Conduction band, the energy band where free electrons can move and contribute to electrical conduction. Forbidden energy gap, the gap between the valence band and conduction band is called forbidden energy gap. The number of valence electron of p-type of phosphorus and silicon are respectively. The number of valence electron for phosphorus and silicon are എന്താണ്? ഫോസ്ഫറസിന്
5 വാലൻസ് ഇലക്ട്രോണും സിലിക്കണ് 4 വാലൻസ് ഇലക്ട്രോണും ഉള്ളത്. ഫോസ്ഫറസിൻ്റെ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് 5 വാലൻസ് ഇലക്ട്രോൺ ആണ്. സിലിക്കൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4 ആണ്. ഇത് പല എക്സാമുകൾക്കും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെമി കണ്ടക്ടേഴ്സ് ഹാവ് ഡാഷ് കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ഡാഷ് വാലൻസ് ബാൻഡ്. Almost empty and almost filled. Semiconductors have almost empty conduction band and almost filled valence band. Which of the following statements are true with respect to semiconductor breakdown? എന്താണ്? The Zener breakdown occurs in the junctions which are heavily doped. Heavily doped ജംഗ്ഷനിലാണ് Zener breakdown സംഭവിക്കുന്നത്. And the avalanche breakdown occurs the junctions were lightly doped. Okay. ഈ അവലാഞ്ചിയിൽ എല്ലുണ്ട്, സോ ലൈറ്റ്ലി ഡോപ്ഡ്. Zener breakdown is based on heavily doped junction. ഈ അവലാഞ്ചി ബ്രേക്ക് ഡൗണും സെനർ ബ്രേക്ക് ഡൗണും ഒക്കെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഏരിയ ആണ്. ഓക്കെ. അവലാഞ്ചി ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡ്, സെനർ ഡയോഡ്, സെനർ ബ്രേക്ക് ഡൗൺ ഹെവിലി ഡോപ്ഡ് ജംഗ്ഷൻ, അവലാഞ്ചി ഹൈ റിവേഴ്സ് പൊട്ടൻഷ്യൽ, സെനർ ബ്രേക്ക് ഡൗൺ ലോ റിവേഴ്സ് പൊട്ടൻഷ്യൽ, അവലാഞ്ചി junction is destroyed, Zener the junction is not destroyed, avalanche a weak electric field is produced, Zener a strong electric field is produced, occurs at high reverse potential, occurs at low reverse potential. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അവലാഞ്ചി ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് ഇവിടെയാണ്. ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, ഹൈ റിവേഴ്സ് പൊട്ടൻഷ്യൽ, ജംഗ്ഷൻ ഈസ് ഡിസ്ട്രോയിഡ്, എ വീക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, a weak electric field is produced, occurs at high reverse potential. The temperature coefficient of resistance in pure semiconductor is, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെഗറ്റീവ് ആണ്. അതായത് സെമി കണ്ടക്ടറിന് NTC ആണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, ദാറ്റ് ഈസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. സെമി കണ്ടക്ടറിന് NTC ആണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇതെല്ലാം പഠിച്ചു വയ്ക്കണം, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. കണ്ടക്ടറിൽ എന്താണ്? കണ്ടക്ടറിൽ when the temperature of conducting material increases, the resistance of particular material is increases. അപ്പോൾ കണ്ടക്ടറിനുള്ളത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്, PTC. ഇൻസുലേറ്ററിന് when the temperature of conducting material increases, the resistance of particular material decreases. സോ ഇൻസുലേറ്ററിന് NTC ആണ്. സെമി കണ്ടക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു, when the temperature of semiconductor material increases, the resistance of that particular material decreases. ഓക്കെ, അപ്പോൾ NTC വരുന്നത് ഇൻസുലേറ്ററിനും സെമി കണ്ടക്ടറിനുമാണ് NTC വരുന്നത്. ഒരു കാര്യം ആലോചിച്ചാൽ മതി, കണ്ടക്ടർ എന്ന് പറയുന്നത് കറണ്ട് എന്തായാലും കടത്തിവിടും. ഓക്കെ, അത് പോസിറ്റീവാണ്, അത് മാത്രമാണ് PTC ഉള്ളത്, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ബാക്കി വരുന്ന ഇൻസുലേറ്ററും സെമി കണ്ടക്ടറും NTC ആണ്. വാലൻസ് ഇലക്ട്രോൺസ് ആർ the electrons present in the outermost orbit. Forbidden energy gap of germanium
72 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, സിലിക്കണിൻ്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് 0 കെൽവിനിലും 300 കെൽവിനിലും. സിലിക്കണ് 1.21 ഇലക്ട്രോൺ വോൾട്ടും അറ്റ് 0 കെൽവിൻ, അറ്റ് 300 കെൽവിൻ 1.1 ഇലക്ട്രോൺ വോൾട്ട്. കുറേ ചോദിച്ചിട്ടുള്ളതാണ്. സിലിക്കൻ്റെ 1.1 ഇലക്ട്രോൺ വോൾട്ട്. ജെർമേനിയത്തിൻ്റെ കേസിൽ 0.785 ഫോർ 0 കെൽവിൻ, 0.72 അറ്റ് 300 കെൽവിൻ. ഗാലിയം ആർസനൈഡ് 1.52 അറ്റ് 0 കെൽവിൻ, 1.47 അറ്റ് 300 കെൽവിൻ. ഈ സിലിക്കണും ജെർമേനിയം ആണ് കൂടുതൽ ചോദിച്ചു കാണാറ്. അതൊന്ന് പഠിക്കുക. വലിയ വ്യത്യാസമൊന്നും കാണാനില്ല. ഒരു 1.1 ഇലക്ട്രോൺ വോൾട്ടേജ് ആണ് സിലിക്കണിൻ്റെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ 1.1ന് ഒന്നുകൂടി കൂട്ടി 1.21, അത് 0 കെൽവിനിൽ. ജെർമേനിയത്തെ ആകുമ്പോൾ 0.7. ഓക്കെ, നമ്മുടെ കട്ടിൻ വോൾട്ടേജ് സിലിക്കണ് 0.7 അല്ലേ. അപ്പോൾ ഇവിടെ ജെർമേനിയത്തിന് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് 0.72 ഇലക്ട്രോൺ വോൾട്ട്, 0 കെൽവിനിൽ 0.78 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, 0 കെൽവിനിലാണ് ആ വോൾട്ടേജ് കുറച്ച് കൂടിയിരിക്കുന്നത്. ഗാലിയം ആർസനൈഡ് ആകുമ്പോൾ 1.47 അറ്റ് 300 കെൽവിൻ, 1.52 അറ്റ് 0 കെൽവിൻ. At room temperature, the intrinsic carrier concentration is higher in germanium than in silicon because എന്താണ്, the energy gap in germanium is small than that of silicon. അതാണ് റൂം ടെമ്പറേച്ചറിൽ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ കൂടിയിരിക്കാൻ കാരണം ഇൻ ജെർമേനിയം ദാൻ സിലിക്കൺ. എനർജി ഗ്യാപ്പ് ഓഫ് ജെർമേനിയം ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഇൻ സിലിക്കൺ. What will be the resistance of a semiconductor at low temperature? സെമി കണ്ടക്ടറിൽ എങ്ങനെയാണ്? ലോ ടെമ്പറേച്ചറിൽ അതിനെന്താ ഉള്ളത്? NTC അല്ലേ ഉള്ളത്. സെമി കണ്ടക്ടറിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടിയിരിക്കും. സോ ദ റെസിസ്റ്റൻസ് വിൽ ബി ഹൈ. The impurity added to in extrinsic semiconductor in the order of 1 in million. Impurity added to extrinsic semiconductor in the order of 1 in million. Which among the following is the most commonly used semiconductor? Silicon. What happens to the resistance of pure semiconductor when heated? Okay. The resistance decreases. ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയും. കാരണം എന്താണ്? നമ്മുടെ സെമി കണ്ടക്ടറിന് എന്താ ഉള്ളത്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. ഹൗ മെനി വാലൻസ് ഇലക്ട്രോൺസ് ഡസ് ദ പെൻഡാവാലന്റ് ഇംപ്യൂരിറ്റി ഹാവ്? 5 വാലൻസ് ഇലക്ട്രോൺ. ഹൗ മെനി വാലൻസ് ഇലക്ട്രോൺ trivalent impurities have? 3. Which of the following is created when trivalent impurities are added to semiconductor? Okay, false. Trivalent impurity അതായത് 3 വാലൻസ് ഇലക്ട്രോൺ ആണ്. സോ ആ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ എന്തുണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്? പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്? ഹോൾസ് ആണ്.
ഉണ്ടാകുന്നത്. Which of the following does a hole in semiconductor define? An incomplete part of an electron pair bond. Incomplete part of an electron pair bond. An electron and a hole in close proximity would tend to attract each other. What is the random motion of free electrons and holes due to Fermi agitation is called diffusion. Random motion of free electrons and holes due to thermal agitation is called diffusion. Which of the following does the resistivity of semiconductor depend upon? Atomic nature of semiconductor. Which of the following statements is true about extrinsic semiconductor? The gap between conduction band and valence band is about 1 electron volt. What is the resistivity of semiconductor? Lies between that of insulator and conductor. Which among the following is the most widely used semiconductor material? Silicon. The energy gap between valence band and conduction band in semiconductor, 1 electron volt. Semiconductor energy gap between valence band and conduction band is 1 electron volt. What is the sign of temperature coefficient of resistance in semiconductor? Negative. Semiconductor has negative temperature coefficient of resistance. How many valence electrons are there in semiconductor? 4. What is the resistivity of pure germanium under standard condition? 60 ohm centimeter. Resistivity of pure germanium under standard condition 60 ohm centimeter. The resistivity of pure silicon 100 ohm centimeter. ഇത് അധികം കണ്ടിട്ടില്ല. അപ്പോൾ റെസിസ്റ്റിവിറ്റി ജെർമേനിയത്തിൻ്റെ 60 ohm centimeter, സിലിക്കണിൽ വരുമ്പോൾ 100 ohm centimeter. When a pure semiconductor is heated, what will be the effect on its resistance? സെമികണ്ടക്ടറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയും. Where does the strength of semiconductor crystal come from? Electron pair bond. Electron pair bond. When a pentavalent impurity is introduced into pure semiconductor, it transforms into n-type semiconductor. പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ട്രൈവാലൻ്റ് ആകുമ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ. വാട്ട് ഡസ് ദ അഡീഷൻ ഓഫ് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ടു സെമി കണ്ടക്ടർ ക്രിയേറ്റ്? ഫ്രീ ഇലക്ട്രോൺസ്. കാരണം പെൻറ്റാവാലൻറ്റിൽ 5 വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്, അത് എൻ ടൈപ്പിലാണ്. അപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാൻ വേണമെങ്കിൽ എന്നിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ആ രീതിയിൽ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാവുന്നതാണ്. How many valence electrons are there in pentavalent impurity? 5 valence electron. What is the charge on n-type semiconductor? Electrically neutral. How many valence electrons are there in trivalent impurity? 3 valence electron. What is the name for pentavalent impurity? Donor impurity. Okay, pentavalent
ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. സോ ദർ ഡോണർ ഇമ്പ്യൂരിറ്റി. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ബൾക്ക് റെസിസ്റ്റൻസ് ഓൺ എ സെമി കണ്ടക്ടർ ബൈ ആഡിങ് ഇമ്പ്യൂരിറ്റീസ്? Decreases. Effect of bulk resistance on a semiconductor by adding impurity decreases. സോ ഇത്രയുമാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള നമുക്ക് കുറച്ച് ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് MCQ ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളിനി അടുത്ത ക്ലാസ്സിൽ ഡയോഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓരോ ടോപ്പിക് വൈസ് ആണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ മാക്സിമം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അടുത്ത ക്ലാസ് കാണുക. ഈ ക്ലാസ് കണ്ടവരാണെങ്കിൽ കുറച്ചെങ്കിലും നോളജ് കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഓൾ.